തായ്വാന് നേരെ വീണ്ടും ചൈനീസ് പ്രകോപനമുണ്ടായിരിക്കുകയാണ്. തായ്വാനു ചുറ്റും ചൈനയുടെ 24 വിമാനങ്ങളും 6 നാവികസേന കപ്പലുകളും കണ്ടെത്തിയതായി തായ്വാൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇവയിൽ 15 വിമാനങ്ങൾ തായ്വാൻ കടലിടുക്കിന്റെ മധ്യരേഖ കടന്ന് തായ്വാന്റെ വടക്കൻ, മധ്യ, തെക്ക് പടിഞ്ഞാറൻ, കിഴക്കൻ എയർ ഡിഫൻസ് ഐഡന്റിഫിക്കേഷൻ സോണിൽ പ്രവേശിച്ചതായാണ് റിപ്പോർട്ട് പുറത്തുവരുന്നത്. സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ച ശേഷം ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് തായ്വാൻ പ്രതിരോധ മന്ത്രാലയം പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് തായ്വാന് സമീപത്തുള്ള 10 ചൈനീസ് വിമാനങ്ങളും 5 നാവികസേന കപ്പലുകളും കണ്ടെത്തിയതായി പ്രതിരോധ മന്ത്രാലയം വെളിപ്പെടുത്തിയത്. ഇതിൽ 8ഓളം വിമാനങ്ങൾ മീഡിയൻ ലൈൻ കടന്ന് തായ്വാനിലെ എയർ ഡിഫൻസ് ഐഡന്റിഫിക്കേഷൻ സോണിൽ കടന്നതായുള്ള സ്ഥിരീകരണവും വന്നിരുന്നു. ഇതിനുശേഷമാണ് വീണ്ടും ഇതേ രീതിയിൽ തന്നെ ചൈനയുടെ പ്രകോപനമുണ്ടാകുന്നത്. 2020 സെപ്റ്റംബർ മുതൽ ചൈന തായ്വാന് ചുറ്റുമുള്ള സൈനിക സാന്നിധ്യം ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. തായ്വാനിൽ ഭീതി സൃഷ്ടിക്കുവാൻ ചൈന സൈനികാഭ്യാസങ്ങളും ശക്തി പ്രകടനവും പ്രദർശിപ്പിക്കുന്നത് സ്ഥിരമാണ്. ചൈനയുടെ ഇത്തരത്തിലുള്ള പ്രകോപന നടപടികളെ ഗ്രേ സോൺ തന്ത്രങ്ങൾ എന്നാണ് വിദഗ്ധർ വിശേഷിപ്പിക്കുന്നത്. തായ്വാന്റെ പ്രതിരോധത്തെ ക്രമേണ തുടച്ചു നീക്കാനും ഒരു തുറന്ന സംഘർഷത്തിൽ പങ്കുചേരാതെ സൈനിക പരീക്ഷണങ്ങൾ നടത്താനാണ് ചൈന ലക്ഷ്യമിടുന്നത്. വർദ്ധിച്ചുവരുന്ന ചൈനീസ് പ്രകോപനങ്ങളുടെ സാഹചര്യത്തിൽ തായ്വാൻ പ്രസിഡന്റ് ലായി ചിങ് ടെ അടുത്തിടെ ഒരു ഉന്നതതല ദേശീയ സുരക്ഷാ യോഗം ചേർന്നിരുന്നു. രാജ്യത്തിന്റെ ജനാധിപത്യവും സുരക്ഷയും സംരക്ഷിക്കുമെന്ന് അദ്ദേഹം ജനങ്ങൾക്ക് വാക്ക് നൽകി. ഇതിനിടെ തായ്വാൻ കടലിടുക്കിൽ ജോയിന്റ് സ്വാട്ട് 2024B എന്ന പേരിൽ ചൈന സൈനികാഭ്യാസം നടത്തുകയും ചെയ്തു. തായ്വാന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവർക്കുള്ള ശക്തമായ മുന്നറിയിപ്പും താക്കീതുമാണ് അഭ്യാസമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. ചൈനയെ സംബന്ധിച്ചിടത്തോളം തായ്വാൻ ചൈനയുടെ ഭാഗമായാണ് കരുതുന്നത്. തായ്വാന്റെ പരമാധികാരം ചൈന ഒരിക്കലും അംഗീകരിക്കുകയില്ല. തായ്വാൻ ചൈനയുടെ അഭേദ്യമായ ഭാഗമാണെന്നാണ് ചൈന വാദിക്കുന്നത്. എന്നാൽ സ്വന്തം ഭരണഘടനയും ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടവും ഉള്ള തായ്വാൻ തങ്ങളെ ചൈനയിൽ നിന്ന് പിരിച്ച് സ്വതന്ത്ര രാഷ്ട്രമായാണ് നിലകൊള്ളുന്നത്. തായ്വാനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചത് ഇതുവരെ 13 രാജ്യങ്ങൾ മാത്രമാണ്. തായ്വാനുമായി നയതന്ത്ര ബന്ധത്തിൽ ഏർപ്പെടാൻ ശ്രമിക്കുന്ന രാജ്യങ്ങൾക്ക് നേരെ കൂടുതൽ സമ്മർദ്ദം സൃഷ്ടിക്കുകയാണ് ചൈനയുടെ രീതി. തായ്വാൻ ഏത് വിധേനയും തിരിച്ചടിക്കുമെന്ന് ചൈനയും അധിനിവേശത്തിനെതിരെ പോരാടുമെന്ന് തായ്വാനും ഉറപ്പിച്ചു പറയുന്നുണ്ട്. വളരെ വർഷങ്ങളായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം കിഴക്കൻ ഏഷ്യയിൽ സജീവമായി തുടരുകയാണ്. എന്നാൽ ഇപ്പോൾ ചൈനയെ ചൊടിപ്പിച്ചിരിക്കുന്നത് തായ്വാൻ തെരഞ്ഞെടുപ്പാണ്.